എല്ലാവരും ഓണം ആഘോഷിക്കണ കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ രീതിക്കാണെങ്കിലും ഒരു ഓണം വൈബ് സെറ്റ് ആക്കണം എന്നുള്ളത്. ഐശുവിന് ഒഴിവുള്ള ദിവസം ചെയ്യാന്ന് കരുതിയിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് എന്തായാലും ഓൾക്ക് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ. ഇനിയിപ്പോൾ എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ. എക്സാം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ വേറെ എന്തിനും പ്രത്യേകിച്ച് മൈൻഡ് ഉണ്ടാവില്ല, ഫുള്ള് നമ്മൾ അതിന്റെ പിന്നാലെ ആയിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഒരു സദ്യ ഉണ്ടാക്കാന്ന്. സദ്യ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ, ഒരു തട്ടിക്കൂട്ട് സദ്യ. പിന്നെ ഒരു ഓണം മൂഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സിങ്ങിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണല്ലോ. അങ്ങനെ ഞാൻ ഐമിക്ക് ഐശുവിന്റെ ഒരു പട്ടുപാട് ഇട്ട് കൊടുത്തു, പിന്നെ ഓളക്കാട്ടിലും വലിയൊരു മാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് മാറ്റി കൊടുത്ത് ചെറിയ മാല, എനിക്ക് ചെറിയൊരു അലർജി പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഗോൾഡ് അല്ലാത്ത വേറെ ഐറ്റംസ് ഒന്നും ഓൾക്ക് അങ്ങനെ സ്യൂട്ട് ആവില്ല കേട്ടോ. പിന്നെ ഓണത്തിന് മെയിൻ പൂക്കളാണല്ലോ, അപ്പൊ നമ്മുടെ കയ്യിലുള്ള പൂക്കൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. പിന്നെ ഞങ്ങളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇത് തന്നെയാണ് ബെസ്റ്റ്. ഐശുവാനും വരുമ്പോത്തിന് ഫുഡ് ആവൂലേ എന്നുള്ള ടെൻഷനിൽ ഞാൻ കുറച്ച് സ്പീഡ് ആക്കിനു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ എന്നത്തിലേറെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ ഐമിക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഓളുടെ വക തിരുവാതിരക്കളി ഉണ്ട് കേട്ടോ. ഐമി ഉറങ്ങി പോവാന്ന് വിചാരിച്ചിട്ടാണ് ഓൾക്ക് ഫസ്റ്റ് തന്നെ കൊടുക്കുന്നത്. പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഐശു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ വിളമ്പാണ് കേട്ടോ. ഐശുവിനും ഞാനൊരു പട്ടുപാടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ്. പിന്നെ കുട്ടികൾക്ക് വലിയതാകുമ്പോൾ ഓർത്തിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ വേണ്ടേ. എൻ്റെ വീടിൻ്റെ അവിടെ അത്യാവശ്യം ഹിന്ദുസ് ഉണ്ട്. ഞങ്ങൾ ഓണത്തിന് അവരുടെ വീട്ടിൽ പോവലും ഫുഡ് കഴിക്കലൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പെരുന്നാൾക്ക് ഞങ്ങളെ വീട്ടിലും വരും. ഇപ്പോൾ ഞാൻ അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രേമേച്ചിൻ്റെ ഓണസദ്യ. അങ്ങനെ അത് വിളമ്പൽ ഏകദേശം കഴിയാനായിട്ടോ. പിന്നെ ഓരോ പാത്രത്തിലാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതേപോലെ ചട്ടി തന്നെ കൊണ്ടുവരുന്നത്. കഴിക്കണത് വായൻ്റെ ഇലയിലാവുമ്പോൾ അതും കഴുകണ്ടല്ലോ. പാത്രം കഴുകാനുള്ള മടി കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ദിവസം ഇത്തിരി മടിയാണ്. കാരണം ഞാൻ ഒറ്റക്കൊരാളാണ് ഇത്രയും ഐറ്റംസ് ഈ നേരം കൊണ്ട് ഉണ്ടാക്കി തീർത്തിട്ടുള്ളത്. കാണുമ്പോൾ ഇത്ര ഐറ്റംസ് ഒക്കെ അല്ലേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാലോ, സിമ്പിൾ അല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയതെന്ന് നോക്കാം. പപ്പടം ഉണ്ട്, അവിയലുണ്ട്, പയറുപ്പേരി ഉണ്ട്, പിന്നെ ഫ്ലവർ പൊരിച്ചതുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ബീട്രൂട്ട് ഉപ്പേരി, പിന്നെ ഒരു സോയാബീൻ്റെ കൂട്ടാൻ, അച്ചാർ, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ മധുരത്തിന് കുറച്ച് മൈസൂർ പാക്ക് ഉണ്ട്. പിന്നെ വെയിലായതുകൊണ്ട് പായസത്തിന് പകരം ജ്യൂസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.